ഈ ആഴ്ച സ്നേഹ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന VI ഗ്രൂപ്പാണ്. പ്രാർത്ഥനാ ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ സ്നേഹ സംഗമം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി കുമാരി ലീന നാട്ടികയെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ലീന, വെൽക്കം ടു സ്ക്രീൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊളിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറും. അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. താങ്ക് യു. അതിമനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ചതിലേക്ക് നന്ദി. അടുത്തതായി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പ് മെമ്പറായ ഉമ്മു കൂനാമ്പൂച്ചി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉമ്മു, വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. 215 സ്നേഹ സംഗമത്തിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ സ്നേഹ സംഗമത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുവാൻ എത്തിയ ദർശന ക്ലബ്ബ് വൈസ് പ്രസിഡന്റുമായ ശ്രീ അഖിൽ കുമാർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന ദർശന ക്ലബ്ബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ റവർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന റവർ സിസ്റ്റർ അഖില പ്രിൻസിപ്പാൾ മധ്യപ്രദേശ് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി ലീന ജോസ് നാട്ടിക, ഏറ്റവും മനോഹരമായി അവതരണം നടത്തുന്ന കുമാരി ജെസ്സി ജയ്സനെയും ഗ്രൂപ്പുകളെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ ജോസേട്ടൻ കൊരട്ടിയെയും നന്ദി പറയാൻ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി റീനയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹ സംഗമം ഏറ്റവും മനോഹരമാക്കുവാൻ എത്തിച്ചേർന്ന ദർശന ക്ലബിലെ എല്ലാ അംഗങ്ങളെയും ഇൻചാർജ് ലീഡേഴ്സ്, ദർശന സർവീസ് സൊസൈറ്റിയിലെ എല്ലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന
എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഉമ്മു VS. താങ്ക് യു ഉമ്മു. അതിമനോഹരമായി എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ഉമ്മുവിനെ പ്രത്യേകം നന്ദി പറയുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പറ്റി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജോസേട്ടാ, വെൽക്കം ടു സ്ക്രീൻ. ഇന്ന് നമ്മള് സ്നേഹസംഗമം നടത്തുന്നത് VI ഗ്രൂപ്പാണ്. അടുത്ത ആഴ്ച അത്ലറ്റ് ഗ്രൂപ്പാണ് നടത്തുന്നത്. ഇന്ന് മേരി ജന്മദിനം, തങ്കമണി ജന്മദിനം, ഓമന ജന്മദിനം, അനറ്റ് ജന്മദിനം, CO ജോയി വെഡിങ് ആനിവേഴ്സറി. 5 പേരുണ്ട്. നമുക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിജോൺ, അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നു. സെബു, ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ, മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ചിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്, ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ഇവിടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ പ്രധാനം ഗ്രൂപ്പ് ഉയരം കുറവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖല ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വതന്ത്രത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട് പ്രിയപ്പെട്ടവരെ, 26/7/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 214ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന ക്ലബ്. അവതരണം കുമാരി CB കോന്നി. പ്രാർത്ഥന ശ്രീ ഷാജി തങ്കമണി.
സ്വാഗതം കുമാരി റോസ്ലി MD. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതവും നന്ദിയും. ഇവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. സ്വിമ്മിംഗിൽ 12 കുട്ടികൾ പങ്കെടുത്തു. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസത്തെ സ്നേഹസംഗമത്തിന് ആശംസകൾ നേർന്നോടെ നിർത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ റവറൻ ഫാദർ ജോൺ ഒല്ലൂക്കാരൻ CMI, ആത്മീയ ഉപദേഷ്ടാവ്, സെന്റ് പോൾ പ്രവിശ്യയുടെ ആദ്യവർഷ യോഗ അഥോറിറ്റി, ഭവനം കൊരട്ടിയിൽ. സ്നേഹമുള്ള സോളമനച്ച PRO PUs, വിശിഷ്ടാതിഥികളെ, ദർശന ക്ലബ് അംഗങ്ങളെ, സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെ നന്ദി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെയാണ് ഇതിലും. എല്ലാവർക്കും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. സോളമനച്ചൻ മനസ്സലിവുള്ളവനാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നിരുന്നത് ശ്രീമതി സരിത രവീന്ദ്രൻ, സെക്രട്ടറി സിവിൽ ജഡ്ജി സീനിയർ ഡിവിഷൻ, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, തൃശൂർ. മേഡമായിരുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമസ്കാരം. അച്ഛനാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത്. ഇതിൽ പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ളവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗലായി ആവശ്യം വന്നാൽ ഞങ്ങൾ സമീപിച്ചാൽ സഹായം ചെയ്തു തരുന്നതാണ്. എല്ലാവരെയും നേരിൽ കാണണമെന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ലീന പ്രവീൺ, റീന, ഷാജി തങ്കമണി ഗാനാലാപനം നടത്തി. മുടങ്ങാതെ വന്നവരിൽ നറുക്കെടുത്ത് വിജയിച്ചവർ ലീന MJ, ക്ലാര, റീന, റോസ്ലി, LC പഴുവിൽ, ഷാലി, മിനി CD, കാതറിൻ, ബീന ചാക്കോ. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി രതി ബാലൻ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന സിസ്റ്റർ അഖില, പ്രിൻസിപ്പൽ ഓഫ് മധ്യപ്രദേശ്. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിസ്റ്റർ, വെൽക്കം ടു സ്ക്രീൻ. ഞാൻ സാഗറിലെ SJ കോൺഗ്രിഗേഷനിൽ വർക്ക് ചെയ്യുന്നു. ആക്ച്വലി ഒരു 35 അവിടുന്ന് കേരളത്തിൽ പോന്നിട്ട് പിന്നെ ഇവിടെ പ്രിൻസിപ്പളാണ് ഒരു സ്കൂളില്. അങ്ങനെ കുറച്ച് 20 വർഷത്തോളം പ്രിൻസിപ്പൾ തന്നെയായിരുന്നു. അങ്ങനെ പോകുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് നിങ്ങളുടെ ഡിസബിലിറ്റി. ഞാനിങ്ങനെ ഡിസബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡിസബിലിറ്റി ഒരു പൂർണ്ണമായ വ്യക്തിയാക്കുന്നില്ല. അതല്ല ഒരു പാർട്ട്. അതൊരു ഡിസബിലിറ്റി ആണെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ചലഞ്ചസോടു കൂടി ഈ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഡിസബിലിറ്റി അതൊരു ഡിസബിലിറ്റി ആയിട്ട് കാണാതെ നമ്മുടെ ജീവിതം ഒരു ചലഞ്ചസ് ആയിട്ട് എടുക്കാം. എല്ലാ ജോലിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് നിശ്ചയദാർഢ്യമുള്ള ആളായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ജോലി ചെയ്യാതെ സമയം പാഴാക്കരുത്. ലൈഫ് എന്ന് വെച്ചാല് ലൈഫ് എങ്ങനെ ഫുൾ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കുക. ലൈഫ് ടു ദ ഫുൾനെസ്, അതായത് ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കുക. പിന്നെ വിഷൻ എംപയർമെന്റ് എന്നത് ഒരു ജീവിതത്തിന് തടസ്സമാകുന്നില്ല. ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ എപ്പോഴും പിന്നെ സ്പോർട്ടിങ് ആക്ടിവിറ്റീസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് ഒരു ഡ്രീം ഉണ്ടാകണം. നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം. ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കണം. നമ്മുടെ ഡ്രീംസുകള്, അംബിഷൻസ്, ലക്ഷ്യങ്ങൾ വേണം. അങ്ങനെയൊക്കെ ഉണ്ടായാലും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് 8 മണി തൊട്ട് TV കാണാം. കൂടുതൽ പ്രോഗ്രാമുകൾ പിന്നെ 8 മണി വരെ നമുക്ക് പ്രാർത്ഥനയിൽ ആകാം. 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കാം. പിന്നെ സപ്പർ, പിന്നെ TV, അങ്ങനെ പല പല നമ്മള് ഒരിക്കലും ഇങ്ങനെ ഒരു പാസീവായിരിക്കാതെ ആക്റ്റീവായിട്ടിരിക്കാന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ സമയവും നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ കണ്ടാണ്
എന്ന് പറഞ്ഞിട്ട് സൈഡായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. എപ്പോഴും പഴയ കാലത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ എനിക്ക് അപ്പൊ ക്ലാസ്മേറ്റ് കുറേ കാലങ്ങളോ മുമ്പ് വിഷ്വലി ഇമ്പയർഡ് ആയത്. അതിന് നന്നായി ജോലി ചെയ്ത് നല്ല ഇതായിട്ട് വർക്ക് ചെയ്ത അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഭക്തി വിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, നന്നായി എൻജോയ് ചെയ്യുക. ജീവിതം ഒരിക്കലും അത് ഇങ്ങനെ നെഗറ്റീവായിട്ട് നിങ്ങളത് അയ്യോ ഞാൻ ബ്ലൈൻഡ് ആണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഇമ്പയർഡ് എന്തെങ്കിലും തരം സിക്നസ് ഉണ്ടെങ്കിൽ ആ സിക്നസ്സായി കാണാതെ ഞാൻ ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ഗോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക. എല്ലാ സമയം നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയം ചെലവഴിക്കാൻ കുറച്ച് സമയമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്, പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ്, ഒരു യോഗ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മള് ജീവിതത്തെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കണം അയ്യോ എനിക്കിത് ഇങ്ങനെ പറ്റിയില്ലോ. അങ്ങനെയല്ല, നമ്മളെപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നന്മയോട് കൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. എല്ലാ സമയം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. ഇപ്പൊ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഇത് സന്തോഷമായിട്ട് കാണണം. എന്ത് തന്നെ ചെയ്യാനെങ്കിൽ അത് സന്തോഷമായിട്ട് തീർക്കണം. ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. നമുക്ക് ഫീൽ ചെയ്യും അയ്യോ ഇവിടെ ജോലികൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇരിക്കല്ല വേണ്ടേ. നമ്മൾ കൂടുതലും നന്നായി ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. പിന്നെ പള്ളിയിലൊക്കെ സൺഡേ ഒക്കെ പള്ളിയിൽ പോകാനായിട്ട് പരിശ്രമിക്കണം. പള്ളിയിൽ പോയാൽ അറ്റ്ലീസ്റ്റ് പറ്റുന്നവർക്കൊക്കെ കേൾക്കാൻ പറ്റുക, പിന്നെ കാണാൻ പറ്റുന്നവർക്ക്. പക്ഷെ നടക്കാൻ പറ്റുന്നെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ വീഴ്ചയെങ്കിൽ പള്ളിയിലൊക്കെ എത്താൻ നോക്കാം. പിന്നെ ഒരിക്കലും നമ്മൾ പിൻവലിയാൻ പാടില്ല. എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകണം. ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പാടില്ല, പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം നമുക്ക് കുറച്ച് കാലേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഒരു 50 വർഷം, ചിലപ്പോൾ 70 വർഷം, ചിലപ്പോൾ 80 വർഷം, അല്ലെങ്കിൽ 90 വർഷം മാക്സിമം. അത്രയും ഉള്ള കാലം നമ്മൾ പൂർണ്ണമായിട്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കുക. ഇങ്ങനെ നല്ല ഭക്ഷണം കഴിക്കുക. പൈസ ഇല്ല, ചിലർക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണ പൈസ ആരോടെങ്കിലൊക്കെ സാമ്പത്തിക സഹായം ചോദിച്ചു അങ്ങനെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ പൈസ ലഭിക്കുമ്പോൾ നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ഒരിക്കലും ജീവിതത്തെ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണരുത്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ജോയ്ഫുൾ ഫേസ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക അങ്ങനെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ഒരു സന്തോഷം അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യും, അതിനൊക്കെ പ്രതിഫലിക്കും. അപ്പൊ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ അല്പസമയം എന്നെ വിളിച്ച് സോളമനച്ചന് എനിക്ക് നല്ല പരിചയമുള്ളതാണ്, സാഗറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അച്ഛൻ ഞാൻ ണ്ടെങ്കിലും വളരെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ അച്ഛന്റെ ഈ പ്രവർത്തനം വളരെയധികം മക്കൾ നേടുകയാണ്. ഒരു ഇങ്ങനെ വീട്ടിലടച്ചു കൂട്ടിയിരുന്ന ജനങ്ങൾക്ക് വലിയൊരു പ്രത്യാശ കൊടുക്കുന്ന ആ പേര് ദർശനം മീൻസ് ദർശനം നാടാണെന്ന് തോന്നുന്നു. അത് തന്നെ വളരെയധികം ദൈവത്തിന്റെ ചൈതന്യവും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന ഒരു അച്ഛനാണ് സോളമൻ അച്ഛൻ. അതുപോലെ തന്നെ അതിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ 3 മണിക്ക് മെർസി റോസ് ചെല്ലാറുണ്ട്. ജോജി മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ ജോജുവിനെ കണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണട്ടെ. ഇത്രയും കാലം കണ്ണൊക്കെ നന്നായി വർക്ക് ചെയ്തിരുന്ന ചേർക്കലായിരുന്നു. ഇപ്പൊ അത് പറ്റാത്തിരുന്നത്. അപ്പൊ എന്തായാലും നന്നായി വരട്ടെ. നിങ്ങളെല്ലാവരും അങ്ങനെ വിഷമിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ എന്റെ സിസ്റ്റേഴ്സിനൊക്കെ പറയാം. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർത്തുകയാണ്. അതേപോലെ ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് നിങ്ങൾ പിന്നീടത്തൊക്കെ കേട്ട് കാണാൻ. 2 സിസ്റ്റേഴ്സിനെ ജയിലിടുന്ന ആള് വിമോചിതരായി 2 പേരും. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ ഓർക്കാം. വളരെ നന്നായി ജീവിക്കുക, സന്തോഷമായിരിക്കുക.
ഒരിക്കലും ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഇങ്ങനെ കണ്ണുകള് എന്തെങ്കിലുമൊക്കെ കുറവുകൾ, നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് വിചാരിക്കരുത് നെഗറ്റീവ് ആണല്ലോ, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക. പിന്നെ പ്രാർത്ഥിക്കുക, മാക്സിമം പ്രാർത്ഥിക്കുക, ഈശോയോട് വിട്ടുകൊടുക്കുക, ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ എനിക്ക് കഴിയില്ല, നമുക്ക് ആർക്കും നമ്മൾ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും, ഒക്കെ ഈശോയുടെ കൂടെ പറഞ്ഞ് ചെയ്യുക. ഈശോ നമുക്ക് പിൻബലം തരുന്നത്, നമുക്ക് മുന്നോട്ട് കുതിക്കാൻ. പക്ഷെ നമ്മുടെ കൂടെ ഈശോ ഉണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ആയിരിക്കുക, ജീവിക്കുക. എനിക്ക് എല്ലായ്പ്പോഴും നിങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാം, കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഈ സമയം അനുവദിച്ച് തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സിസ്റ്ററെ. സിസ്റ്ററിന്റെ നല്ല നല്ല വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ പ്രായോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഒരു വിധം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരുത്തരും ഓരോ ഭാഗത്ത് ഇരിക്കറയിൽ ഇരിക്കണ പോലെ ഇരിക്കണവരായിരുന്നു. അച്ഛൻ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ ഓരോ ലോകത്തേക്ക് എത്താനും ഒരുപാട് ആൾക്കാരായിട്ട് കണ്ടുമുട്ടാനും ഒക്കെ സാധിച്ചത്. എന്തായാലും വളരെ നന്ദി എന്റെ സിസ്റ്ററെ. നിങ്ങളുടെ കൂട്ടത്തില നേരം ഇരുന്നേന് വളരെയധികം നന്ദി. എല്ലാവർക്കും നമസ്കാരം. ദർശനയുടെ സെക്രട്ടറിയാണ് മിനി. അച്ഛനിന്ന് കയറാൻ സാധിക്കില്ല, അതിന് പകരമായിട്ട് ഇന്ന് സെക്രട്ടറിയാണ് കയറിയിരിക്കുന്നത്. നമുക്കറിയാം, ഒത്തിരി പ്രോഗ്രാമുകളായി നമ്മുടെ കഴിയുന്നു. ദർശനയുടെ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം, ഒരു പ്രൊജക്ട് വർക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പങ്കായിരുന്നു. അത് രണ്ടാമത്തെ ബാച്ചിന്റെ വലിയ രീതിയിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടുള്ള ചടങ്ങ് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു. വളരെ മനോഹരമായിരുന്നു. അതിൽ 5 പേർക്ക് നമ്മുടെ ബോബി ചെമ്മണ്ണൂര് ജോലി കൊടുത്തതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ ഒത്തിരി പരിപാടികള് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിപ്പോ പബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടില് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആവുമ്പോഴായിരിക്കും നിങ്ങളെന്നെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ PROനെ അറിയിക്കുക. പിന്നെന്താ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അച്ഛൻ ഒത്തിരി തിരക്കായ കാരണം കൊണ്ടാണ് പെട്ടെന്ന് എന്നോട് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ഒന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു മിനി ചേച്ചി. നന്ദി പറയുന്നതിനായി കുമാരി റീന വടകരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. റീന, വെൽക്കം ടു 215 സ്നേഹസംഗമത്തിൽ നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്രീമതി പ്രാർത്ഥന ഗാനം ലീനയല്ലേ ആലപിച്ച പ്രാർത്ഥന ഗാനം ആലപിച്ച ലീന MJ നാട്ടികയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. സ്വാഗതം കുമാരി ഉമ്മു നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ നന്ദി അറിയിക്കുന്നു. എന്റെയും ദർശനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ അഖിൽ കുമാറിന് നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടകൻ റഫറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ അഖില പ്രിൻസിപ്പൽ മാഡത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.